ചേട്ടന് ഏറ്റവും സന്തോഷം തരുന്ന സാധനങ്ങളുണ്ട്? ഏറ്റവും സന്തോഷം ഏറ്റവും സന്തോഷം പ്രാർത്ഥനയുള്ള ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. പ്രാർത്ഥനയാണ് എൻ്റെ മുഖ്യ വിജയ കാരണം. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ആത്മീയ കാഴ്ചപ്പാടിലേക്ക്, ആത്മീയ നിറവിലേക്ക് വരുമ്പോൾ ഉള്ള മനസ്സിന് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, നല്ല ചിന്തകളായിരിക്കും. വെറുപ്പ്, വലിച്ചം, വൈരാഗ്യം അതൊക്കെ അങ്ങോട്ട് മാറിപ്പോവും. ബൈബിള് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കുക, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതാണ്. ആ ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വെറും 0 ആയിപ്പോവും. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് അത്ഭുതകരമായിട്ട് എന്നുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു നോർമലായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നതാണ് ഞാൻ. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. Okay.
പേടിയായിട്ടൊന്നുമില്ല. എന്തൊക്കെ പേടി? പേടിയെന്ന് പറഞ്ഞൊന്നുമില്ല. ലോകത്തെയും പേടിയില്ല, ജീവിതത്തോടും പേടിയില്ല, ഒന്നിനോടും പേടിയില്ല. അടുത്ത തലമുറയോടാണ് പേടി. പഴയതൊന്നും അങ്ങനെ അധികം ആലോചിക്കാറില്ല. ഇപ്പോഴത്തെ കാര്യങ്ങളാണ് കൂടുതൽ പേടി. പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നും കാത്തു സൂക്ഷിക്കുന്നില്ല, വലിയ മോഹങ്ങളൊന്നുമില്ല. തൊഴിൽ കൊണ്ട് എത്ര നാൾ ജീവിക്കാൻ പറ്റുമെന്നറിയില്ല. സ്വന്തം കടയുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ. വേറൊരാളുടെ കീഴിലിരിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ലീവ് എടുക്കാം. എനിക്കിപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇതങ്ങനെയല്ല, നമ്മുടെ വരുമാനം ഇത് തന്നെയാണ്, നമ്മുടെ ഉത്തരവാദിത്വം ഇത് തന്നെ. ഉത്തരവാദിത്വത്തോടുകൂടിയാണ് നമ്മൾ എടുക്കുന്നത്. കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്തിന് കൊടുക്കണം. കൊടുക്കാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ തെറ്റിപ്പോകാറുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ഈ പണിയാണ് ചെയ്ത് തുടങ്ങിയത്. ഈ പണി ചെയ്യണമെന്ന് താല്പര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വാച്ച് റിപ്പയർ ആകണമെന്നുള്ള താല്പര്യത്തോട് തുടങ്ങിയതല്ല. ചെറുപ്പത്തിലെ അപ്പച്ചനെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ വന്ന് കടയിലിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് വന്ന് ചെറുപ്പത്തിലെ പഴംപൊരിയും ചായയൊക്കെ അപ്പം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊരു കൊതിയായി. വളരെ ചെറുപ്പത്തിലെ ഹോട്ടലിൽ നിന്ന് പഴംപൊരിയും ചായയൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞൊരു കൊതിയായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ അത് അങ്ങനെ ഒരു കൊതി ഉണ്ടായി. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പോരും നമ്മൾ. ക്ഷമയല്ല ആദ്യം വരുന്നത്, ആഗ്രഹമാണ് ആദ്യം വരുന്നത്. മനസ്സ് വയ്ക്കണം. അപ്പം ക്ഷമ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകണത്. ഒരു വസ്തു ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണെന്നുണ്ടെങ്കിൽ അത് പണിത് വിജയിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ക്ഷമ ഉണ്ടായി വരികയാണ് ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്.
നമ്മളെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അപ്പൊ ക്ഷമേനകത്ത് താനെ വരും. നമ്മുടെ മനസ്സിന്റെ താല്പര്യവും ക്ഷമ ഉണ്ടാക്കണം. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, പിന്നെ അരിശത്തോടും വെറുപ്പോടും കൂടിയൊക്കെ ചെയ്യുമ്പോൾ ക്ഷമയൊക്കെ പോയിരുന്നു ചിലപ്പോൾ. അതൊക്കെ നമ്മളെ ആരെങ്കിലും തല്ലിപ്പണി എടുപ്പിക്കുമ്പോഴാണ് അങ്ങനെ ക്ഷമയില്ലാതെ വരുന്നത്. നമ്മളുടെ ആഗ്രഹം കൊണ്ട്, നമ്മുടെ മനസ്സിന്റെ താല്പര്യം കൊണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ക്ഷമയൊക്കെ താനെ ഉണ്ട്. പൈസക്ക് 2ാം സ്ഥാനം വരുള്ളൂ. ഇതാണ് ആദ്യം നമ്മൾ വർക്ക് ചെയ്തത്. അതിൻ്റെ ഭംഗിയും ആ വർക്ക് ചെയ്യുന്നതിൻ്റെ സ്വഭാവവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായി. എനിക്ക് പണി ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് കൊടുത്തിട്ട് കാശ് മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം. അയ്യോ, ഒന്നും കണക്കെടുക്കാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല, കണക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു 45 വർഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ കടയിലായിരുന്നു ചെറുപ്പത്തിൽ. ചേട്ടൻ ഇപ്പൊ ആലോചിക്കുമ്പോ അങ്ങനെ ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ആലോചിച്ച് തുടങ്ങിയില്ല ചെറുപ്പത്തില്. ഒരു തൊഴിലിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് മുമ്പേ തൊഴിലിൽ വന്ന് വീണതാണ്. എനിക്കൊരു വാച്ച് റിപ്പയർ ആകണം, വാച്ച് റിപ്പയറിങ് പഠിക്കണം എന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായില്ല. അപ്പനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ആ ചെറുപ്പത്തിൽ അങ്ങനെ വന്നിരിക്കും, സഹായിക്കും, പോവും. പിന്നെ ഇടക്ക് ചില്ലറ പൈസയൊക്കെ തരും മിഠായി മേടിക്കാൻ. സ്കൂളിൽ പോകണമാണല്ലോ, അപ്പോൾ 5 പൈസ, 2 പൈസ, 3 പൈസയൊക്കെ തരും. അപ്പം അതുകൊണ്ട് നമ്മൾ നമുക്ക് സന്തോഷമായിരുന്നു. അതിങ്ങനെ അപ്പൻ്റെ മരണശേഷം അതൊരു ജോലിയായിട്ട് അങ്ങോട്ട് മാറി. അപ്പം പറഞ്ഞു ഇത് തന്നെ പഠിക്കലാന്ന് പറഞ്ഞു. ഞാൻ പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഈ പണി തന്നെ ചെയ്യണമെന്ന് താല്പര്യമില്ല, എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു, സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം മരിച്ച്. അപ്പം പിന്നെ ഇങ്ങോട്ട് പോരേണ്ടി വന്നു. പോന്നു. ഇല്ല ആലോചിച്ചിട്ടില്ല. വേറെ എന്തെങ്കിലും പണിക്ക് പോകാമായിരുന്നു എന്ന് ആലോചിച്ചിട്ടില്ല ഇതുവരെ. ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടുക മാത്രമല്ല, ആത്മാർത്ഥതയായി അതിനോട്, തൊഴിലിനോട് ആത്മാർത്ഥതയായി. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷത്തോടെ ചെയ്യുന്നു.
1 കൊറിന്ത്യസ് 13 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹമാണ് സർവ്വർക്ക് ഇഷ്ടം. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സ്നേഹം, അസൂയ, ക്ഷമ, സ്നേഹം, വിശ്വാസം, ആത്മസംയമനം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അസൂയയില്ല, വെറുപ്പില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരം സ്വന്തമായി അത് ദഹിപ്പിക്കാൻ വരെ ഒരാൾക്ക് വിട്ടുകൊടുത്താലും അതിനകത്ത് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ് അവിടെ പറയുന്നത്. അത് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം നാട്ടിൽ നടക്കുമ്പോൾ അഹങ്കാരികളായിട്ട് നടക്കണം എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും. നമുക്ക് ചെറിയൊരു കാര്യം കിട്ടുമ്പോൾ തന്നെ നമ്മൾ വലിയ ആളാണെന്ന് തോന്നലുണ്ടാവും. അതൊന്നും ആ ഒരു ദൈവവചനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അല്ലാതായി, നമ്മൾ എപ്പോഴും ശൂന്യരായിരിക്കും. സ്നേഹിതന്മാരാണ് എൻ്റെ ബലം. സ്നേഹിതന്മാരുണ്ട് കുറെ, എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്, കൂട്ടുകാർ. കസ്റ്റമേഴ്സ് കൂടുതലും കൂട്ടുകാരാവും, ആയിത്തീരും. വന്ന് കൂട്ടുകാരായിത്തീരും. സ്നേഹത്തിൽ തന്നെ ഇപ്പോഴും. ഹായ്, എന്താണ് പരിപാടി? ശരി, എന്നാ റോഡിലോട്ട് പോയി. ഇപ്പൊ ഇറങ്ങിയല്ലോ, 5 മിനിറ്റ് ആയി ഇറങ്ങിയിട്ട്. 5 മിനിറ്റായി. സുഖം. ശരി, എന്നാ ഓക്കെ. എല്ലാവരുമായിട്ടും ആരുമായിട്ടും ഇതുവരെ ഒരു വഴക്കിട്ട് പോന്നിട്ടില്ല. എല്ലാവരുമായിട്ട് ഇപ്പോഴും സ്നേഹത്തിൽ തന്നെയാണ്. രണ്ടല്ലേ? ഒന്ന് മതി. ഞാൻ കുടിച്ചു. ഒന്ന് മതിയാ? രണ്ട്. ഇഷ്ടം കുടിച്ചിട്ട് സമാധാനമായി. പണിയല്ലോ, പൊതുവെ ചെടികൾ ഇഷ്ടമാണ്. പിന്നെ ടൂറ് പോകണം എനിക്കിഷ്ടം. പിന്നെ 2 മാസം കൂടുമ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് വേളാങ്കണ്ണിയിലും എല്ലാ വർഷവും പോകും. അതും കൂടാതെ കൂട്ടുകാരുടെ കൂടെ ചില സ്ഥലത്തൊക്കെ കറങ്ങാൻ പോകും. മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനെ. പിന്നെ റിപ്പയറിങ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളും എനിക്ക് ഇഷ്ടമാണ്. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടം.
അപ്പം മരിച്ചതിന് ശേഷമാണ് വാച്ചൊക്കെ അഴിച്ചു നോക്കിയത്. അപ്പം അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു, നീ പണി പഠിച്ചില്ലെന്ന് ചോദിച്ചത് വരെ. അങ്ങനെ ആരും എനിക്ക് പണിയൊന്നും ആരും തരില്ല, ചെറുതായ കാരണം ഞാൻ പണിക്കാരനായിട്ടില്ല. അന്ന് 16 വയസ്സായുള്ളു. ആ സമയത്താണ് അപ്പം മരിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ്. അപ്പം അയാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ വാച്ചഴിച്ച് ചെയ്തോന്നും പണി പഠിക്കുന്ന പറഞ്ഞിട്ട് അയാളുടെ വാച്ചഴിച്ച് എനിക്ക് തന്നു. അത് വന്നിട്ട് കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ചീത്തയിൽ പോകും, ഞാൻ അഴിച്ചാൽ ചീത്തയിൽ പോകും. ചീത്തയിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല, നീ അഴിച്ചു നോക്ക്, എന്നിട്ട് നീ പഠിക്കേ. അത് അഴിച്ച് പഠിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഒരു വാച്ച് എനിക്ക് തന്നയാൾ, ഒരു റൈക്കോ ഓട്ടോമാറ്റിക് വാച്ച്. അപ്പം അത് ആദ്യം കുറേ കഷ്ടപ്പെട്ടാണ് ഞാൻ അഴിച്ചത്. അഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി, അഴിച്ചല്ല. പിന്നെ അതിങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ച്, ഫിറ്റ് ചെയ്തപ്പോൾ വർക്ക് ചെയ്തില്ല. അഴിച്ചും ഫിറ്റ് ചെയ്തും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വർക്ക് ചെയ്യിപ്പിച്ച് ശരിയായപ്പോൾ ഞാൻ അയാളെ കൊണ്ടേ കാണിച്ച് ശരിയായിട്ടുണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അയാളൊരു സമയമൊക്കെ ശരിയാണെന്ന് ചോദിച്ചു. അത് ഞാൻ നോക്കിയില്ല എന്ന്. അതൊരു കാര്യം ചെയ്യും, സമയം കൂടി കറക്റ്റാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഞാനത് കയ്യിൽ കെട്ടിക്കൊണ്ടാണ്. തൊഴിലിന് അച്ഛനുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടിയൊക്കെ വിജയം ഉണ്ടാവുമായിരുന്നു. ജീവിതം ജീവിക്കാൻ ഒരു മാർഗമായി. അനിയന്മാരെയൊക്കെ വളർത്താനും കുടുംബം നോക്കാനും ഒക്കെ സാധിച്ചു. അത് അച്ഛൻ ഉണ്ടാക്കി തന്ന ഈ സ്ഥാപനത്തിലൂടെയാണ് സാധിച്ചത്. ഇല്ല, അച്ഛൻ പണ്ട് തന്നെ ഫോട്ടോ എടുക്കാത്ത ആളുകാരുന്ന് പൊളിറ്റിക്സിൽ കുറച്ച് നാളുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ കുറച്ച് നാൾ പോയപ്പോൾ അവരെടുത്ത ഫോട്ടോയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് എവിടെയോ കളഞ്ഞുപോയി, കണ്ടില്ല. കളഞ്ഞു പോയതല്ല, എടുത്ത് സൂക്ഷിച്ചു വെച്ച്. അപ്പോൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുകളിൽ മരം വീണിട്ട് മഴ പെയ്ത് ആ ഫോട്ടോയിൽ വെള്ളം കയറി. ഫോട്ടോ എടുത്ത് വെറുതെ തുടച്ച് മാറ്റി വെച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോ മാഞ്ഞു പോയി. അപ്പോൾ അത് നഷ്ടപ്പെട്ട് പിന്നെ വേറെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഉണ്ട് അച്ഛൻ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. ആ വഴിയിലൂടെ പോന്നിട്ടാണ് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായത്. പിന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ വാച്ച് നല്ലപോലെ പണിയാണെന്നുള്ള കണ്ടീഷനായി. അപ്പോൾ എനിക്ക് തോന്നി ഈ വാച്ച് മുമ്പോട്ടല്ലേ വർക്ക് ചെയ്യണം, പുറകോട്ട് വർക്ക് ചെയ്താലേ ഇങ്ങനെ ഇരിക്കും. അപ്പം അതിനകത്തുള്ള വാച്ചിൻ്റെ പാർട്സുകളിന്മേലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഒരു വാച്ച് ഞാൻ പുറകോട്ട് വർക്ക് ചെയ്യും. വാച്ച് പുറകോട്ട് വർക്ക് ചെയ്യുന്ന വാച്ച്. അപ്പം അതിൻ്റെ നമ്പറൊക്കെ തെറ്റില്ലേ, നമ്പറൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ വരച്ചു വെച്ച്.
സ്വന്തം വാച്ചാണ്. ഓ വാങ്ങിച്ചതാണ്. കൊള്ളാലേ, നല്ല വാച്ച, ഭയങ്കര രസമുണ്ട്. ഇപ്പൊ കെട്ടാൻ പറ്റില്ല, എത്താനില്ല, കറക്റ്റ് നല്ല ടൈറ്റാണ്. നല്ല വാച്ചാണ്. സൈക്കോ വാച്ചാണ്. ഒരാള് ദുബായിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി വിറ്റതാണ്. ഇപ്പൊ ഞാൻ വാങ്ങിച്ചത്. അത് ചില സമയത്ത് വണ്ടിയൊക്കെ പോകുമ്പോൾ കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സാധനം വെച്ചിട്ട്